ഹലോ, ഹാപ്പി മൺഡേ. അപ്പോൾ ഇന്ന് തട്ടിക്കൂട്ടല്ലാത്ത ഒരു അടിപൊളി സ്പെഷ്യൽ ചിക്കൻ കറി. ഞാൻ ഇതുവരെ അങ്ങനെ ഫുഡ് വ്ളോഗൊന്നും കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടില്ല. എൻ്റെ ഫസ്റ്റ് ഫുഡ് വ്ളോഗാണ്. അപ്പോൾ സ്പെഷ്യൽ ചിക്കൻ കറി, അതായത് തട്ടിക്കൂട്ടല്ലാത്ത ചിക്കൻ കറി വല്ലപ്പോഴും മാത്രമേ ഞാൻ വെക്കാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു വീഡിയോ എടുത്ത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ കുറച്ച് പോർഷൻ മിസ്സായിപ്പോയി, പക്ഷെ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി മൺഡേ. പിന്നെ ഞാൻ ഇന്ന് ഫുൾ ഫിൽറ്ററൊന്നും ഇടാതെ, മേക്കപ്പൊന്നും ഇടാതെ വീട്ടിൽ നിൽക്കുന്ന കോലത്തിലാണ് കിച്ചണിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചുമ്മാ ഒന്ന് കാണിക്കാമെന്ന് കരുതി. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനിപ്പോൾ ചിക്കൻ വറുക്കാനിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് മുന്നേ തന്നെ ചിക്കൻ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഈസ്റ്റേണിൻ്റെ ചിക്കൻ മസാല, പിന്നെ നമ്മളുടെ വീട്ടിലുള്ള കുറച്ച് മസാലപ്പൊടി, ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്, അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ വറുക്കുന്നതിന് മുന്നേ ആയിട്ട് ജസ്റ്റ് ഒന്ന് ആ ചട്ടിയിൽ അതേപോലെ തന്നെ ഒന്ന് വേവിക്കാൻ വയ്ക്കും. അപ്പോൾ ഈ ചിക്കനിലുള്ള ആ ഒരു വെള്ളമൊക്കെ ആ മസാലയോടുകൂടി നമ്മുടെ ചട്ടിയിൽ വന്ന് നടക്കും. നിങ്ങൾക്കിപ്പോൾ ഇവിടെ ഒരു വെള്ളം കാണാൻ പറ്റുന്നില്ലേ, അത് തന്നെ. അപ്പോൾ ആ ഒരു പ്രോസസ്സ് ആദ്യം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ ഓർത്തത്. സോ അതിന് ശേഷമാണ് ഞാൻ ഓരോന്നും ചിക്കൻ വറുക്കാൻ വേണ്ടിയിട്ട് വെച്ചത്. സോ ചിക്കൻ അങ്ങനെ എല്ലാം വറുത്ത് കഴിഞ്ഞ ആ ഒരു എണ്ണയിൽ തന്നെ ഞാൻ അരിഞ്ഞു വെച്ചിരുന്ന സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടെ ആ ഒരു എണ്ണയിൽ തന്നെ, ചിക്കൻ വറുത്ത് കോരി ആ ഒരു എണ്ണയിൽ തന്നെയാണ് ഞാൻ സോട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് എന്താ പറയുക, ഒരു ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് നമ്മൾ ഈ ഒരു സവാള ഒന്ന് നന്നായിട്ട് വഴറ്റി വരണം. പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇടുന്നുണ്ടെങ്കിൽ ഉപ്പിടാം. കുറച്ചും കൂടെ സ്പീഡിൽ നമുക്ക് സവാള ഒന്ന് സെറ്റായി കിട്ടും. അതിനുശേഷം ഞാൻ 2 കുഞ്ഞു തക്കാളി അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പൊടികളൊക്കെ പിന്നെ ചേർക്കുന്നതിന് മുന്നേ തന്നെ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് സെറ്റാക്കി എടുക്കും. അപ്പോൾ കുറച്ച് നേരം നന്നായിട്ട് ഇതൊന്ന് മിക്സായി കിട്ടണം നമുക്ക്. അപ്പോൾ കുറച്ച് ടൈം നമ്മളൊന്ന് ഇളക്കേണ്ടി വരും. അപ്പോൾ ഞാൻ സാധാരണ എപ്പോഴും ഞാൻ പറഞ്ഞില്ല, തട്ടിക്കൂട്ട് ചിക്കൻ കറിയാണ് ഞാൻ എപ്പോഴും വെക്കാറ്. സോ അതായത് നമ്മൾ ഇങ്ങനെ എന്താ പറയുക, വറുക്കാതെയൊക്കെ നമ്മൾ വേഗം അങ്ങ് വെക്കില്ലേ, അതേപോലെ. അപ്പോൾ പിന്നെ നമ്മളിതൊന്ന് സെറ്റായി കഴിയുമ്പോൾ ഞാൻ ഇതിനകത്തേക്ക് മല്ലിപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചിക്കൻ കറിയൊക്കെ വെക്കുമ്പോൾ നമുക്കറിയാമല്ലോ ചിക്കൻ്റെ ഒരു അളവും കാര്യങ്ങളൊക്കെ അനുസരിച്ച് അപ്പോൾ ഞാനതൊന്നും കറക്റ്റായിട്ട് ഇതിൽ പറഞ്ഞില്ല. നിങ്ങൾ ആരെങ്കിലും വേണമെന്ന് പറയാൻ ഞാൻ കറക്റ്റായിട്ട് എത്ര ടീസ്പൂണാണ്, ടേബിൾ സ്പൂണാണെന്നൊക്കെ പറയാം. പിന്നെ ഞാൻ കുറച്ചും കൂടെ ചിക്കൻ മസാല, ഈസ്റ്റേർഡ് ചിക്കൻ മസാല മാത്രമേ ഞങ്ങൾ യൂസ് ചെയ്യാറ്. പിന്നെ ചിലപ്പോൾ ഡബിൾ ഹൗസിൻ്റെ യൂസ് ചെയ്യാറുണ്ട്. അത് രണ്ടുമാണ് ഞങ്ങൾ മെയിനായിട്ട് യൂസ് ചെയ്യാറ്. കുറച്ച് നല്ലൊരു ഫ്ലേവർ കിട്ടുന്ന പോലെ തോന്നാറുണ്ട്. അപ്പോൾ അത് രണ്ടും മിക്സ് ചെയ്ത്, അപ്പോൾ ഞാൻ ഓൾറെഡി ഇതാണ് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ആ ചിക്കൻ്റെ ഒരു വെള്ളമില്ലേ, അപ്പോൾ അത് ഞാൻ ഈ പൊടികളൊക്കെ ഇട്ടതിന് ശേഷം ആ ഒരു വെള്ളം കൂടെ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ പാരലലി നമ്മൾ എന്താ പറയുക, ഈ ചട്ടിയിൽ ഞാനിതെല്ലാം മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മിക്സൊക്കെ സെറ്റായി കഴിയുമ്പോൾ ഞാൻ ആ ചിക്കൻ്റെ ആ ഒരു വെള്ളമില്ലേ, അതിലേക്ക് ഞാൻ ഈ മിക്സ് ചെയ്ത് വെച്ചിരുന്ന മസാലയും നമ്മുടെ സവാളയും എല്ലാം കൂടെ ഞാൻ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു ചെറിയ പാത്രത്തിൽ വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ഇത്തിരി വെള്ളം പോരാന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും തണുത്ത വെള്ളം ആഡ് ചെയ്യരുത്, ചൂടുവെള്ളം ആഡ് ചെയ്യണം, എന്നാലേ ആ ഒരു ഇതുണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ആ ഒരു വെള്ളത്തിലേക്ക് ഇതെല്ലാം മിക്സ് ചെയ്ത് നന്നായിട്ട് അതൊന്ന് സോട്ടായി സെറ്റായി വരണം. നല്ല തിളക്കുന്ന പാകത്തിൽ വരണം നമുക്ക്. ഇനി നമുക്ക് കുറച്ച് ലൂസാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഗ്രേവി ഒട്ടും വേണ്ട, അല്ലെങ്കിൽ നന്നായിട്ട് ഗ്രേവി വേണ്ടതാണെങ്കിൽ നമ്മളതനുസരിച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇതിനകത്തേക്ക് കുറച്ചുകൂടെ നല്ല ചൂടുവെള്ളമാണ്, അപ്പോൾ ചൂടുവെള്ളം ആഡ് ചെയ്ത് അതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് സെറ്റായി കഴിയുമ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ, അതെല്ലാം ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കും. കാരണം അങ്ങനെയാണ് ഞാൻ മിക്സ് ചെയ്യുന്നത്. നിങ്ങൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കും, ചിക്കൻ കറി അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാ ചിക്കനും ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മൾ മൂടി വെച്ച് ഒരു 2-3 മിനിറ്റ് ഒന്ന് നന്നായിട്ട് അവിടെ നിന്നൊന്ന് തിളക്കുന്ന ഭാഗത്തിൽ വേവിച്ചെടുക്കണം. പിന്നെ കുറച്ച് മല്ലിയിലയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഞാനിപ്പോൾ ഇവിടെ പെട്ടെന്ന് വെക്കണം എന്ന് ഇതായിക്കൊണ്ട് മല്ലിയിലയും അങ്ങനെയൊന്നും ഉണ്ടായില്ല. അപ്പോൾ അതും കൂടെ ഉണ്ടെങ്കിൽ കുറച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ചിക്കൻ കറി കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് ഒന്ന് കഴുകി എടുത്തു കഴിഞ്ഞാൽ എല്ലാ പണികളും തീർന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ബൈ.